അവസാനം അമേരിക്കയുടെ അഹങ്കാരത്തിന് നല്ല അടിയെന്ന് പറഞ്ഞ ഒരു 1.5 അടിയാണ്. അത് കൊടുത്തിരിക്കുന്നത് മറ്റാരുമല്ല, റഷ്യ തന്നെയാണ്, പുടിൻ തന്നെയാണ്. അമേരിക്ക ഈ കണ്ട അഹങ്കാരം അത്രയും കാണിച്ചത് എന്ന് പറഞ്ഞാൽ പിഴച്ചുങ്കം ഉൾപ്പെടെയുള്ള വെനുസുല പോലുള്ള രാജ്യങ്ങൾ പിടിച്ചടക്കുന്നതുൾപ്പെടെയുള്ള ഇനിയിപ്പോൾ അടുത്തതായിട്ട് ഗ്രീൻലാൻഡിലേക്ക് അവരുടെ പട്ടാളത്തെ മാർച്ച് ചെയ്യിപ്പിക്കുന്നതുൾപ്പെടെയുള്ള കാനഡ അവരുടെ 51ാമത്തെ സംസ്ഥാനമാക്കി മാറ്റാനുള്ള എല്ലാ നീക്കങ്ങളുടെയും പിന്നിൽ ഒരേ ഒരു ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ. സോവിയറ്റ് യൂണിയനായിരുന്ന ഇപ്പോഴത്തെ റഷ്യയെ തോൽപ്പിക്കുക. സോവിയറ്റ് യൂണിയനെ തകർക്കുന്നതിൽ അമേരിക്ക പണ്ടേ വിജയിച്ചു കഴിഞ്ഞു. ഗോർബച്ചേവ് എന്ന് പറയുന്ന അവരുടെ ആയുധം ഉപയോഗിച്ചുകൊണ്ട്, ടോമോഹോക്ക് മിസൈൽ എന്ന് പറയുന്ന ആയുധമുണ്ടല്ലോ, അതുപോലൊരു ആയുധമായിട്ട് ഗോർബച്ചേവിനെ ഉപയോഗിച്ചുകൊണ്ട് ഗ്ലാസ്നോസ്റ്റ്, പെരിസ്ട്രോയിക്ക തുടങ്ങിയ നടപടികളിലൂടെ രാഷ്ട്രം ദുർബലമാക്കാനുള്ള ശിഥിലമാക്കാനുള്ള നടപടികളിലൂടെ അവർ വൻ വിജയം വാങ്ങി. റഷ്യയായി. അപ്പോൾ റഷ്യയായി കഴിഞ്ഞാൽ, റഷ്യ ഒറ്റപ്പെട്ട് കഴിഞ്ഞാൽ അത് തകർന്നു തരിപ്പണമാവും. പിന്നെ അമേരിക്കയ്ക്ക് സവാരി ഗിരിഗിരിയാണ് ലോകത്തിന് മേലെ കൂടി എന്നുള്ള ഒരു ധാരണയാണ് അമേരിക്കയുടെ ഭരണാധികാരികൾക്ക് അന്നേ ഉണ്ടായിരുന്നത്. പക്ഷേ റഷ്യ എന്ന് പറയുന്നത് ഒരു ചെറിയ മീനല്ല, ഒരു നത്തോലിയല്ല എന്ന് അവർക്ക് ക്രമേണ ബോധ്യമായി. അങ്ങനെയാണ് യുക്രൈൻ എന്ന് പറയുന്ന ആ 7ാം പത്തിയെ കൊണ്ട് റഷ്യയെ തകർക്കാനൊരു ശ്രമം അവർ നടത്തിയത്. നാറ്റോ സഖ്യരാജ്യങ്ങളെല്ലാം റഷ്യയെ അന്ന് വളഞ്ഞിട്ട് ആക്രമിച്ചു. അമേരിക്ക റഷ്യൻ എണ്ണയ്ക്കുമേൽ ഉപരോധം സൃഷ്ടിച്ചു. അതോടുകൂടി റഷ്യയുടെ ഭീഷണി തീർന്നു, റഷ്യ ഇനി തീർന്നു എന്ന് തന്നെ അവർ കരുതി. പക്ഷേ സംഭവിച്ചത് അങ്ങനല്ല. പണ്ട് ബംഗ്ലാദേശ് യുദ്ധകാലത്ത് അമേരിക്കയുടെ 7ാം കപ്പൽപ്പട വന്നപ്പോൾ റഷ്യ എങ്ങനെ ഇന്ത്യയെ രക്ഷിച്ചോ അതേമാതിരിയുള്ള ഒരു സഹകരണ മനോഭാവത്തോടെ ഇന്ത്യ റഷ്യയുടെ സഹായത്തിനെത്തി. റഷ്യയിൽ നിന്നുള്ള എണ്ണ വളരെ വില കുറച്ച് റുപ്പിയെ കൊടുത്ത്, അതായത് രൂപ നോട്ടുകൾ കൊടുത്ത് ഡോളറിന് പകരം കൊടുത്തുകൊണ്ട് ഇന്ത്യ വാങ്ങുകയും ഇന്ത്യക്ക് വലിയ സാമ്പത്തിക നേട്ടം ഉണ്ടാവുകയും ചെയ്തു. ഇത് കണ്ട് പേടിച്ച ട്രംപാണ് ഇന്ത്യക്ക് മേൽ മൊത്തം 25 എന്ന നിലയിൽ 50% ചുങ്കം ഏർപ്പെടുത്തിയത്. ഇപ്പോൾ അവർ റഷ്യയിൽ നിന്ന് നേരിടുന്ന വലിയ ഭീഷണി എണ്ണയുടേത് മാത്രമല്ല, ബഹിരാകാശ യുദ്ധത്തിൽ, അതായത് മത്സരത്തിൽ അമേരിക്കയേക്കാൾ ബഹുഘാതം മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് റഷ്യ എന്നുള്ളതാണ്. ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത് പോലെ തന്നെ ബഹിരാകാശത്ത് ആദ്യത്തെ കുതിപ്പും നേട്ടവും നടത്തിയത് പഴയ സോവിയറ്റ് യൂണിയനായിരുന്നു. ഇപ്പോഴത്തെ റഷ്യയുടെ പൂർവ്വരൂപം സ്പുട്നിക് എന്ന് പറയുന്ന ബഹിരാകാശ പേടകം ബഹിരാകാശത്തേക്ക് അയച്ചുകൊണ്ട് അവർ ആദ്യത്തെ കുതിപ്പ്, ആദ്യത്തെ കാൽവെപ്പ്, 1ാമൻ എന്ന നേട്ടം കൈവരിച്ചു. തുടർന്നങ്ങോട്ട് ലൈക്ക എന്ന ഒരു ജീവനുള്ള ഒരു വസ്തുവിനെ ബഹിരാകാശത്തേക്ക് അയച്ചു. ലൈക്ക എന്നായിരുന്നു ആ റഷ്യൻ നായയുടെ പേര്. ലൈക്ക ഒറ്റയ്ക്ക് പോയി. ആ ലൈക്കയുടെ പേരിൽ ഇന്ന് ഇന്ത്യയിൽ ഒരു ഫാർമസ്യൂട്ടിക്കൽ സ്ഥാപനമുണ്ട്, ലൈക്ക ലാബ്സ് എന്നതൊരു പബ്ലിക് ലിമിറ്റഡ് കമ്പനിയാണ്. അത് വിലേ പാർലെ എന്ന് പറയുന്ന സ്ഥലത്താണുള്ളത്, മുംബൈയിലുണ്ട്, അത് പ്രവർത്തിക്കുന്നുണ്ട്. അതിൻ്റെ മരുന്നുകൾ ധാരാളമായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. ഫ്ലൂക്കോർട്ട്, അങ്ങനെ കുറേ മരുന്നുകൾ, അമോസെറ്റിലിൻ, ഈ മരുന്നുകളൊക്കെ അതിൻ്റെ ഉൽപ്പന്നങ്ങളാണ്. ലൈക്ക ലാബ്സ് എന്നാണ് അതിൻ്റെ പേര്. ആ നായയുടെ പേരാണത്. അതുപോലെ തന്നെ ലോകത്താദ്യമായിട്ട് ബഹിരാകാശ സഞ്ചാരിയായ യൂറി ഗഗാറിൻ റഷ്യൻ പൗരനാണ്.
അതുപോലെ തന്നെ ലോകത്തെ ആദ്യത്തെ വനിതാ സഞ്ചാരിയായ വാലന്റീന തെരഷ്കോവ, അതും റഷ്യയുടെ സഞ്ചാരിയാണ്. ഇപ്പോൾ അമേരിക്കയ്ക്ക് പക്ഷേ എന്താ സംഭവിച്ചുകൊണ്ട് ഇപ്പോഴും അവിടെ കുതിപ്പ് തുടർന്നുകൊണ്ടിരിക്കുകയാണ്, അമേരിക്കയേക്കാൾ വേഗത്തിൽ. അതാണ് അമേരിക്കയ്ക്കൊരു നാണക്കേടുണ്ടാക്കുന്നത്. അമേരിക്കയ്ക്ക് പക്ഷേ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് നോക്കൂ. അമേരിക്കയുടെ ഒരു ബഹിരാകാശ പേടകം അടിയന്തരമായിട്ട് നിലത്തിറക്കാനുള്ള ശ്രമത്തിലാണ്, നാസയുടെ ബഹിരാകാശ പേടകം. കാര്യം എന്താണെന്ന് അറിയാമോ? അതിലെ ഒരു ബഹിരാകാശ സഞ്ചാരിക്ക്, അതായത് സ്പേസ് സ്റ്റേഷനിലുള്ള ആൾക്ക് ഗുരുതരമായിട്ടുള്ള അസുഖം പിടിച്ചിരിക്കുന്നു, വമ്പിച്ച പരാജയം. അതെന്തെന്ന് വെച്ചാൽ ഏറ്റവും ഫിസിക്കലി ഫിറ്റായിട്ടുള്ള ഒരു രോഗബാധയും ഉണ്ടാവത്തില്ലെന്ന് ഉറപ്പ് 100% വരുത്തിയ ആൾക്കാരെ അങ്ങോട്ട് അയക്കുന്നു. ബഹിരാകാശത്ത് രോഗാണുക്കളൊന്നുമില്ല. കാരണം വായുവിൽ മാത്രമേ നമ്മളെ ബാധിക്കുന്ന ഈ അണുക്കൾക്ക് ജീവിക്കാൻ പറ്റൂ. തീർച്ചയായിട്ടും ഓക്സിജനില്ലാതെ ജീവിക്കാവുന്ന അണുക്കളുണ്ട്, ആനിറോബിക് എന്നാണ് അതിനെ പറയുന്നത്, ആനിറോബിക്. ഓക്സിജൻ ഇല്ലാതെ ജീവിക്കുന്ന ധാരാളം അണുക്കളുണ്ട്, പക്ഷേ രോഗവാഹികളല്ല അവർ. അപ്പോൾ ഈ രോഗം എങ്ങനെ വന്നു? അത് അമേരിക്കയുടെ സ്പേസ് സ്റ്റേഷൻ തന്നെ സൃഷ്ടിച്ചതാണ്. ബഹിരാകാശത്തേക്കും അവർ രോഗം കടത്തിയിരിക്കുന്നു. വമ്പിച്ച നാണക്കേടും പരാജയവുമാണ്. ഇനി ബഹിരാകാശത്ത് പോകുന്നവരെല്ലാം സൂക്ഷിക്കേണ്ടി വരില്ലേ? അത് പെട്ടെന്നല്ലേ പെരുകുന്നത്, മൾട്ടിപ്ലൈ ചെയ്യുന്നത്, മ്യൂട്ടേഷൻ സംഭവിക്കാം. അപ്പോൾ ബഹിരാകാശം മനുഷ്യനിപ്പോൾ ഭീഷണിയായിരിക്കും. ബഹിരാകാശത്തെ കൂടി അമേരിക്ക ഭീഷണി ആക്കിയിരിക്കുന്നു. അപ്പോൾ വമ്പിച്ച പരാജയമാണ് ഈ ശൂന്യാകാശ രംഗത്തും അതുപോലെ തന്നെ സ്പേസ് ടെക്നോളജിയിലും അമേരിക്ക ഇന്ന് വന്നിരിക്കുന്നു. അതിനിടയ്ക്കാണ് ഇപ്പോൾ ഏറ്റവും പുതിയ ഞെട്ടലുമായിട്ട് എല്ലാവിധ പ്രഹരവും അമേരിക്കയ്ക്ക് നൽകിക്കൊണ്ട് റഷ്യ ഒരു വമ്പിച്ച കുതിപ്പ് നടത്തിയിരിക്കുന്നത്. അത് അമേരിക്കയുടെ കരണത്തൊരടിയാണ്. അതായത് അവർ സംരക്ഷിച്ചു വച്ചിരിക്കുന്ന കുട്ടിയായിട്ടുള്ള യുക്രൈനിലേക്ക് അവരുടെ ഏറ്റവും പുതിയ ആയുധമായ ഓറൻസ്നിക് അയച്ചിരിക്കുന്നു. ഓറൻസ്നിക് എന്ന് പറഞ്ഞാൽ അതിന് ശബ്ദത്തിൻ്റെ 10 ഇരട്ടി വേഗമുണ്ട്. ശബ്ദത്തിൻ്റെ 10 ഇരട്ടി വേഗം. ലോകത്ത് ഇന്നുള്ള ഒരൊറ്റ റഡാറിലും അതിൻ്റെ സിഗ്നൽ പതിയുകയില്ല, അതിൻ്റെ വേഗം കാരണം. ദേ വന്നു ദേ പോയി, ഒരൊറ്റ പോക്കാണ്, വരവുമാണ്, ആരും കാണില്ല, അടയാളപ്പെടുത്തപ്പെട്ടില്ല. അപ്പോൾ പ്രതിരോധ സംവിധാനങ്ങൾക്കൊക്കെ ഉണരുന്നതിന് മുമ്പേ, കണ്ണടച്ചു തുറക്കുന്നതിന് മുമ്പേ കാര്യം സാധിച്ചു പോകും. ഇത് മാത്രമല്ല ഇതിൻ്റെ പ്രത്യേകത കേട്ടോ, ഇത് ലോകത്തിൻ്റെ ഏതറ്റം വരെയും പോകും. അതായത് അമേരിക്കയെ തോൽപ്പിക്കാൻ റഷ്യ ഏതറ്റവും വരെ പോകുമെന്ന് പറഞ്ഞതുപോലെ തന്നെ ഏതറ്റവും വരെ പോകും. എങ്ങനെ പോകുന്നു? അത് ഗ്യാസോലിൻ തീർന്നാൽ നിൽക്കില്ലേ? അതിന് ഗ്യാസോലിൻ വേണ്ട, ഒരു ഇന്ധനവും വേണ്ട, ഹൈഡ്രജൻ വേണ്ട, ജെറ്റ് പ്രൊപ്പൾഷനും വേണ്ട. ഇതിൻ്റെ പ്രൊപ്പൾഷൻ എന്ന് പറഞ്ഞാൽ ആറ്റോമിക് പ്രൊപ്പൾഷനാണ്. അതായത് ഐൻസ്റ്റീൻ്റെ തിയറി ആയിട്ടുള്ള E=mc². വമ്പിച്ച ഊർജ്ജമാണ്. ആ ഊർജ്ജം ഉപയോഗിച്ചുകൊണ്ട് ലോകത്തിൻ്റെ അല്ല ഭൂമിയുടെ ഏതറ്റം വരെയും പോകാവുന്നിടത്തോളം പോകാൻ പറ്റുന്ന തരത്തിൽ ഇത്തരം ഒരു മിസൈൽ ആരും ഇതുവരെ ആർജിച്ചിട്ടില്ല. എന്ന് മാത്രമല്ല, അയൺ ടോമിന് പകരമായിട്ട് അമേരിക്ക ആർജിക്കുമെന്ന് പറഞ്ഞ ഒരു ഗോൾഡൻ ടോമുണ്ട്. ഇതുവരെ അത് സാധ്യമാക്കിയിട്ടില്ല, ഇതുവരെ അത് വന്നിട്ടില്ല. അതേസമയം റഷ്യ അതുമാതിരി ഒരു ടോം പ്രതിരോധ സംവിധാനം സ്വന്തമാക്കിയിട്ടുണ്ട് താനും. അപ്പോൾ ആയുധത്തിൻ്റെ കാര്യത്തിൽ, വിന്യാസത്തിൻ്റെ കാര്യത്തിൽ ഇപ്പം മുന്നേറിയിരിക്കുകയാണ്. റഷ്യയേക്കാൾ പല പടികൾ കൂടി റഷ്യ ഇപ്പോൾ അമേരിക്കയേക്കാൾ പല പടി കൂടി മുന്നേറിയിരിക്കുന്ന ഒരവസ്ഥയുണ്ട്. തീർച്ചയായിട്ടും അത് വലിയ പ്രഹരശേഷിയുള്ള ഒരു ആയുധം തന്നെയാണ്. ഇതിപ്പോൾ യുക്രൈനിലേക്ക് അയച്ചിട്ടുണ്ട്. യുക്രൈനിലേക്ക് അയച്ചിരിക്കുന്നത് റഷ്യൻ പ്രസിഡന്റ് പുടിനെ കൊല്ലാൻ വേണ്ടി അവരൊരു ഡ്രോൺ അയച്ചു. അതിൻ്റെ പ്രതികാരമാണ്. കണ്ടോ, ഞങ്ങളുടെ ശക്തി എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണിത്. യുക്രൈനിന് അനങ്ങാൻ പറ്റില്ല. യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം കിടുകിട് വിറച്ചിരിക്കുകയാണ്. കാരണം അവർക്ക് അനങ്ങാൻ പറ്റില്ല. കാരണം അവരുടെ സന്നാഹങ്ങളെയും ആരെങ്കിലും സഹായിക്കാൻ വന്നാൽ യുക്രൈനെ ആക്രമിച്ചുകൊണ്ട് ഇനി ആരെങ്കിലും ഈ യുക്രൈനെ സഹായിക്കാമെന്ന് അവർക്ക് നേരെയും അയക്കാമല്ലോ റഷ്യക്ക്. വെനിസുല നിങ്ങൾ പിടിച്ചടക്കിയില്ലേ? ആരോട് ചോദിച്ചുകൊണ്ട് ആ പരമാധികാര റിപ്പബ്ലിക്കിന് നേരെ ആക്രമണം നടത്തിയത്? എങ്കിൽ പിന്നെ ഞങ്ങളുടെ പ്രതിരോധത്തിന് ഞങ്ങളിത് ചെയ്യും. ഇതാണ് പറഞ്ഞിരിക്കുന്നത് വ്ളാഡിമിർ പുടിൻ പറഞ്ഞിരിക്കുന്നത് ടു എൻഷുറിങ് സെക്യൂരിറ്റി ആൻഡ് സ്ട്രാറ്റജിക് പാരിറ്റി. അതായത് ഞങ്ങളുടെ സുരക്ഷിതത്വത്തിനും അതുപോലെ തന്നെ തന്ത്രപരമായ തുല്യതയ്ക്കും വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇത് സൃഷ്ടിച്ചിട്ടുള്ളത്. ഏതൊരു രാജ്യത്തിന് സംഹരിക്കാൻ കഴിയുന്നതാണ് കേട്ടോ. കാരണം എന്താണെന്നറിയാം, അവരുടെ ലോകത്തിലെ ഏതൊരു ഡിഫൻസ് സിസ്റ്റത്തിനും
ഇതിനെ പ്രതിരോധിക്കാൻ കഴിയില്ല, കയറിയങ്ങ് പോവും. ഇസ്രായേലിന് പോലും കഴിയില്ല. ഇപ്പോൾ റഷ്യ എന്ന് പറയുന്നത് ഇതോടുകൂടി ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക അല്ലെങ്കിൽ സാധ്യതയുള്ള രാജ്യമായിട്ട്, ശക്തിയുള്ള രാജ്യമായിട്ട് മാറിയിരിക്കുന്നു. ഇത് വേറൊരു രാജ്യത്തിനും സ്വന്തമായിട്ടുള്ള സംവിധാനത്തേക്കാൾ പല മടങ്ങ് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ടെക്നോളജിയാണ് എന്നുള്ളത് തന്നെയാണ് കാര്യം. അതുപോലെ തന്നെ ഇത് മാത്രമല്ല കേട്ടോ, ന്യൂക്ലിയർ പവേഡായിട്ടുള്ള ബ്യൂറേവെസ്നിക് എന്ന് പറയുന്ന ആയുധം, അതുപോലെ തന്നെ ക്രൂയിസ് മിസൈലുകൾ, അൺലിമിറ്റഡ് ആയിട്ടുള്ള റേഞ്ച്, ഇതുപോലെ തന്നെ എവിടെ വരെ വേണമെങ്കിലും പോകാവുന്ന, നമ്മളിപ്പോൾ 5000 3000 എന്നൊക്കെ പറയില്ലേ, ആ ലിമിറ്റൊന്നുമില്ല. അതിന് എവിടെ വരെ പോകാം. ടാർഗറ്റ് ഏതാണെന്ന് നിശ്ചയിച്ച് അത് പ്രോഗ്രാം ചെയ്ത് വിട്ടാൽ മതി, അവിടെ പോവും, കൃത്യം ആ ലക്ഷ്യത്തിൽ ചെല്ലും. ഇതെല്ലാം ഉപയോഗിക്കുന്നത് ന്യൂക്ലിയർ പ്രൊപ്പൾഷനാണ്. ന്യൂക്ലിയർ വാർഹെഡ് അല്ല ഇതിലുള്ളത്, അതാണ് മനസ്സിലാക്കേണ്ടത്. ഇതിൻ്റെ ഇന്ധനമായിട്ട് ഉപയോഗിക്കപ്പെടുന്നത് ഈ ആറ്റോമിക് എനർജിയാണ്. E=mc² എന്ന് പറയുന്ന ആ ഒരു സമവാക്യം ഉപയോഗിച്ചുള്ള ഊർജം, ആ ഊർജം തന്നെയാണ് നാഗസാക്കിയിലും ഹിരോഷിമയിലും ഒക്കെ നാശം വിതച്ച ആ ഊർജ്ജമുണ്ടല്ലോ, അതേ ഊർജം ഇരിക്കുകയാണ്. പ്രതിരോധത്തിന് വേണ്ടി ഇത് ഉപയോഗിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ മറ്റായുധങ്ങൾ കിൻഷാൽ, സിർക്കോൺ, അവന്ത്ഗാർഡ് അല്ല അവാൻഗാർഡ്, ഈ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള, ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള, മറ്റൊരു രാജ്യത്തിനും തടുക്കാൻ കഴിയാത്ത ഇത്തരം ആയുധങ്ങളും അവർ സ്വന്തമാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒന്നിനെ അറ്റാക്ക് ചെയ്യാൻ ലോകത്തിലൊരു ടെക്നോളജി ഇതുവരെ ശക്തമായിട്ടില്ല. അതുപോലെ നാറ്റോ എന്ന് പറയുന്നത് ട്രംപിൻ്റെ ഇടപെടൽ കൊണ്ട് തന്നെ ഏതാണ്ട് തകർന്നു തരിപ്പണമായിട്ടുണ്ട്. ഇപ്പോൾ ഇതോടുകൂടി തന്നെ നാറ്റോ എന്ന് പറയുന്നത് ഈ ഏറ്റവും പുതിയ ആയുധമായിട്ടുള്ള ഓർക്ഷ്നിക് എന്ന് പറയുന്ന ഉപകരണം കൊണ്ട് തന്നെ, ഓർക്ഷ്നിക് എന്നാണ് ഒരു റഷ്യൻ ഉച്ചാരണം, ഓർക്ഷ്നിക് എന്ന് തന്നെയാണ്, അതുകൊണ്ട് തന്നെ അത് ഇല്ലാതായിട്ടുണ്ട്. ഇത് വളരെ ചരിത്രപരമായിട്ടുള്ള പ്രാധാന്യമുള്ള ഒന്നാണ്. സ്പുട്നിക് എന്ന് പറയുന്നതൊന്നും നമ്മൾ ഓർക്കുന്നത്, കാരണം ബഹിരാകാശ യുഗത്തിലേക്കുള്ള മനുഷ്യൻ്റെ പ്രവേശനത്തിൻ്റെ പ്രതീകമാണ്. അതുപോലെ ഒന്നാണ് ഇപ്പോൾ റഷ്യ യുദ്ധരംഗത്ത് കൊണ്ടുവന്നിരിക്കുന്നത്. ഒന്നാണ് ന്യൂക്ലിയർ പവേഡായിട്ടുള്ള, ന്യൂക്ലിയർ പ്രൊപ്പൽഡായിട്ടുള്ള ഒറേൻസ്നിക് എന്ന് പറയുന്ന അവരുടെ മാരകായുധം. അതുകൊണ്ട് തീർച്ചയായിട്ടും വെനസ്വേലയിൽ പോയി മസ്ലിം പിടിച്ച് അടുത്ത നൊബേൽ സമ്മാനം എനിക്ക്, വെനസ്വേലയിലെ പ്രതിപക്ഷ നേതാവ് തനിക്ക് കിട്ടിയ ആ നൊബേൽ സമ്മാനം കൊണ്ടു കൊടുക്കാൻ നമ്മളിത് പറയുമ്പോൾ അമേരിക്കയിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് വാങ്ങിച്ച് അതവിടെ വയ്ക്കും, കണ്ടോ എൻ്റെ മിടുക്ക് എന്ന് പറഞ്ഞിട്ട്. പക്ഷേ അതിനിടയിൽ ആ മിടുക്കിനെ എല്ലാം മണ്ടത്തരമാക്കി മാറ്റിക്കൊണ്ട് റഷ്യ മാത്രമേ ഉള്ളൂ വാസ്തവത്തിൽ, ആ ഒരു രാജ്യം മാത്രമേ ഉള്ളൂ അമേരിക്കയുടെ ഈ അബദ്ധ സഞ്ചാരങ്ങളെ തടയാൻ വേണ്ടി ശക്തമായിട്ടുള്ള ആയുധങ്ങളുമായിട്ട് നിൽക്കുന്നത്. അതുകൊണ്ട് നേരത്തെ തന്നെ റഷ്യയോട് കളിച്ചാൽ കുഴപ്പമാവുമെന്ന് അറിയാവുന്നത് കൊണ്ടാണ് യുക്രൈൻ യുദ്ധത്തിൽ ഒരു നിലപാടുമില്ലാതെ അദ്ദേഹം പിന്തിരിഞ്ഞോടിയത്. ഇനി അടുത്തതായിട്ട് ഗ്രീൻലാൻഡിലേക്ക് പോവുക, റഷ്യയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ്. അവിടെ ഒരു ഇടപെടൽ വേണമെങ്കിൽ ശക്തമായിട്ട് തല ഉയർത്തിപ്പിടിച്ചുകൊണ്ട് റഷ്യക്ക് നടത്താൻ കഴിയും. റഷ്യ തീരുമാനിക്കും അമേരിക്ക അവിടെ കാല് കുത്തണോ വേണ്ടായോ എന്നുള്ളത്. അത്രമാത്രം ശക്തം, ഇത് ബാലൻസ് ചെയ്യാനൊരു പവർ ഈ രാജ്യത്തുണ്ടെന്നാണ് റഷ്യയുടെ ഒറൻസ്നിക് എന്ന് പറയുന്ന ഈ ന്യൂക്ലിയർ പവേർഡ് മിസൈൽ. അത് ചരിത്രത്തിലെ വലിയൊരു സംഭവം തന്നെയാണ്. അതിൻ്റെ വാർത്തകൾ നമുക്കിനി എത്തിയിട്ടില്ലെങ്കിലും അത് വലിയൊരു സംഭവം തന്നെയാണ്. ഇത് തീർച്ചയായിട്ടും ഒരു ചരിത്രപരമായിട്ടുള്ള യുഗസംക്രമം രചിക്കുന്ന ഒരു വാർഹെഡാണ്. അമേരിക്കയെ നേരിടാൻ ഇപ്പോൾ ഇതല്ലാതെ മറ്റൊരു ശക്തിയും ഇല്ല എന്നുള്ള സത്യം അവശേഷിക്കുകയാണ്. അമേരിക്ക ഇനി റഷ്യയോട് ഇടപെടാൻ ഒന്ന് ഭയക്കുക തന്നെ ചെയ്യും. വേണ്ട ബഹുമാനം, ശക്തിയുള്ളവന് മാത്രമേ ബഹുമാനം കിട്ടൂ. ആ ബഹുമാനം ഇനി റഷ്യയോട് കാണിക്കേണ്ടി വരും. അത് വ്ളാഡിമിർ പുടിൻ തെളിയിച്ചു കഴിഞ്ഞു. ഇനി യുക്രൈനും ഒന്നടങ്ങും, അവരുടെ ശൗര്യവും നടക്കും, അവരുടെ എടുത്തുചാട്ടം അവസാനിക്കും. കാരണം ഇനി നാറ്റോ സഖ്യമോ അമേരിക്കയോ വിചാരിച്ചാൽ പോലും റഷ്യയുടെ ലക്ഷ്യത്തിൽ നിന്ന് വ്യതിചലിക്കുകയില്ല. റഷ്യൻ ഭാഷ സംസാരിക്കുന്ന യുക്രൈനിലെ ആൾക്കാർ, റഷ്യയോട് ചേരണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ആ ആഗ്രഹം സാധ്യമാകും. പാകിസ്ഥാനിൽ ഇന്ത്യയോട് ചേരണമെന്ന് ആഗ്രഹിക്കുന്ന പ്രദേശങ്ങൾ,
ആ പ്രദേശങ്ങൾ ഇന്ത്യയുടെ തന്നെ സ്വന്തമാണ്. പാക് ഓക്കുപ്പൈഡ് കാശ്മീർ. ആ കാശ്മീരിലെ ജനങ്ങൾ ഇപ്പോഴാഗ്രഹിക്കുന്നു ഇന്ത്യയോട് ചേരണമെന്ന്. ആ കാര്യം സാധിപ്പിക്കാൻ ഇന്ത്യക്ക് കഴിയും. പക്ഷേ അത് ഇന്ത്യ ഒരു അക്രമം പിന്തുടരുന്ന രാഷ്ട്രമല്ലാത്തതുകൊണ്ട്, തീർച്ചയായിട്ടും അതിൽ ഇന്ത്യക്ക് വലിയ താല്പര്യം കാണിക്കാത്തതുകൊണ്ടും അത് നടക്കുന്നില്ല. പക്ഷേ റഷ്യയുടെ താല്പര്യം സംരക്ഷിക്കും, അത് ഏറ്റെടുക്കുക തന്നെ ചെയ്യും. അങ്ങനെ യുക്രൈനെ കൂടി നാറ്റോയിലെടുത്തുകൊണ്ട് ഞങ്ങളുടെ സഖ്യകക്ഷിയായിക്കൊണ്ട് യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം കൂടി വളഞ്ഞിട്ട് റഷ്യയെ ആക്രമിക്കും, അല്ലെങ്കിൽ അവരെ കൊണ്ട് അങ്ങനെ ആക്രമിപ്പിക്കാം എന്നുള്ള ഈ പണ്ടത്തെ ഈ സഖ്യകക്ഷികളുടെ ഈ ആഗ്രഹം വിഫലമായി തന്നെ തീരും. എന്തായാലും ഒരു മറുപടി ഇപ്പോൾ ട്രംപിന് കൊടുത്തിരിക്കുന്നു വ്ളാഡിമിർ പുടിൻ ഒറൻസ്നിക്കിലൂടെ. ABC ന്യൂസിന് മലയാളത്തിൽ മാത്രമല്ല സംസാരിക്കാൻ അറിയാവുന്നത്, പറയാൻ അറിയാവുന്നതും. അതിന് ഹിന്ദിയും കൂടി ഉണ്ട്. ഒരു ABC ഹിന്ദി ന്യൂസ് ചാനലുണ്ട്, ABC ഹിന്ദി ന്യൂസ്. അത് കാണുക. ദേശീയമായിട്ടുള്ള കാര്യങ്ങൾ അതിലൂടെ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ABC ഹിന്ദി ന്യൂസ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.